പിന്നെ ഇങ്ങനെയൊന്നും അല്ലടാ. ഇത് നമുക്കിന്ന് പോണ്ടേ? അനാവശ്യമായിട്ട് സ്റ്റേറിംഗ് അങ്ങോട്ട് വെടിക്കരുത്. കുഴി ചെറിയ കുഴിയായിട്ട് വിളിച്ച ഹായ് ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞങ്ങളൊരു ട്രിപ്പ് പോയതിൻ്റെ വിശേഷങ്ങളാണ്. എൻ്റെ അച്ഛൻ്റെ ഫാമിലി ആയിട്ടാണ് ഞങ്ങൾ പോയത്. കുറേ പേരൊക്കെ മിസ്സിങ് ആയിരുന്നു, എന്നാലും കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു. നല്ലൊരു അടിപൊളി ട്രിപ്പായിരുന്നു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ രാവിലെ 8 മണിയോടുകൂടി തന്നെ ഞങ്ങൾ ഇറങ്ങി. ഇതാണ് ഞങ്ങൾ പോകുന്ന അമർ ട്രാവൽസിൻ്റെ അവരുടെയാണ് ബസ്. ബാക്കിയുള്ളവരൊക്കെ തലശ്ശേരിയിൽ നിന്ന് തന്നെ കയറിയിരുന്നു. പോകുന്ന വഴി ഞങ്ങളെ കുത്തറവന്ന് പിക്ക് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ബസ് കയറി എല്ലാം സെറ്റായി. അപ്പോൾ ഓൾറെഡി ഇവരുടെ തന്നെയാണ് ഫുഡ് എല്ലാം പാക്കേജ് അടക്കം. അങ്ങനെ ബസ് കയറിയപ്പോൾ തന്നെ നമ്മൾ ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് അങ്ങ് തുടങ്ങി. പിന്നെ ആരും ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായി ഞങ്ങൾ വണ്ടി പെട്രോൾ പമ്പിൽ നിർത്തി. അപ്പോൾ രാവിലെ ഇടിയപ്പവും ഫുഡും ഒക്കെ ആയിരുന്നു. അപ്പോൾ എല്ലാവരും നന്നായിട്ട് കഴിച്ച്. രാവിലെ ആരും കഴിക്കാതെയൊക്കെയാണ് വന്നത്. അത് കാരണം ബ്രേക്ക്ഫാസ്റ്റൊക്കെ നന്നായിട്ട് കഴിച്ചു. ഇനി ലഞ്ചും അവിടെ എത്താറാവുമ്പോൾ എവിടെയെങ്കിലും നിർത്തി കഴിക്കും. അപ്പോൾ എന്താണ്, എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുന്ന തിരക്കിലാണ്. നല്ല രാവിലത്തെ ഫുഡ് നല്ലതായിരുന്നു. ഇവർ വർഷങ്ങളായിട്ടുള്ള ട്രാവൽസാണ്. അമർ നമ്മുടെ ഒരു കസിനും കൂടിയാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും വണ്ടി കയറി പാട്ടൊക്കെ തുടങ്ങി. പാട്ടും ഡാൻസൊക്കെ ആയിട്ട് ഉച്ചയായത് അറിഞ്ഞതേ ഇല്ല. അങ്ങനെ നമ്മുടെ ലഞ്ച് കഴിക്കാനുള്ള സമയമായി. കാരാപ്പുഴ ഡാമിനടുത്തായിരുന്നു നമ്മുടെ ഭക്ഷണം കഴിക്കാനുള്ള സ്പോട്ട്. ഓൾറെഡി ഭക്ഷണമൊക്കെ ബസ്സിൽ തന്നെ സെറ്റായിരുന്നു. പിന്നെ അവരവിടെ അതൊക്കെ സെറ്റ് ചെയ്ത് നമ്മളൊക്കെ പോയി ഫുഡ് കഴിച്ചു. നല്ല അടിപൊളി ഫുഡായിരുന്നു. നോൺ വെജ് മീൽസ് ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളൊരു സെൽഫിയൊക്കെ എടുത്ത് പിന്നെ അവിടെ നിന്ന് നേരെ പോയത് കാരാപ്പുഴ ഡാമിലായിരുന്നു. നല്ല തിരക്കുണ്ടായിരുന്നു ഡാമിൽ. വെക്കേഷൻ ടൈമല്ലേ, അതുകൊണ്ടായിരിക്കാം നല്ല തിരക്ക്. പിന്നെ ഒരുപാട് റൈഡ്സും ഉണ്ട് അവിടെ. കുട്ടികളൊക്കെ ഉള്ളത് കാരണം അവരൊക്കെ ശരിക്കും എൻജോയ് ചെയ്ത്. കുട്ടികൾ മാത്രമല്ല, ഞങ്ങളും എല്ലാവരും റൈഡ്സിലൊക്കെ കയറി നല്ല അടിപൊളിയായിട്ട് അവിടെ നിന്ന് ഇറങ്ങി. കുറച്ച് ദൂരം ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ റിസോർട്ടിലേക്ക്. ഞങ്ങൾ റിസോർട്ട് നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ബത്തേരിക്കടുത്ത് തന്നെ വൈൽഡ് വിൻഡ് റിസോർട്ട്. അങ്ങനെ ഞങ്ങൾ പിന്നെ നേരെ റിസോർട്ടിലേക്കാണ് പോയത്. ഇതാണ് നമ്മുടെ റിസോർട്ട്. നല്ല ഒരു അപ്പാർട്ട്മെൻറ്റ് പോലെയായിരുന്നു. ഞങ്ങൾ 10-25ഓളം പേരുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞങ്ങൾ മാത്രമായിട്ടായിരുന്നു ഇത് ബുക്ക് ചെയ്തത്. അടിപൊളിയായിരുന്നു. റൂംസൊക്കെ നല്ല അടിപൊളിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ റൂമിലെത്തി. എല്ലാവരും ഫ്രഷായി. പൂള് കണ്ടതോടുകൂടി പിന്നെ എല്ലാവർക്കും പൂളിലേക്കുള്ള ഓട്ടത്തിലായിരുന്നു. പിന്നെ ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറി ഇതേ അമ്മ അടക്കം പൂളിലേക്ക് ഇറങ്ങാൻ പോണെയാണ്. സത്യം പറഞ്ഞാൽ പൂള് വേറൊരു വൈബ് തന്നെയായിരുന്നു. കാരണം ഞങ്ങളുടെ ഫാമിലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പുറത്തുനിന്ന് ആരും ഇല്ലാത്ത കാരണം ചെറിയ മക്കൾ മുതൽ വലിയ ആൾക്കാർ വരെ ശരിക്കും എൻജോയ് ചെയ്തു. ഞങ്ങൾ വൈകുന്നേരം പൂളിലേക്ക് ഇറങ്ങിയിട്ട് തിരിച്ച് കയറിയത് രാത്രിയത്തെ ഫുഡ് കഴിക്കാൻ സമയത്താണ്. എല്ലാവരും പൂളിൽ നിന്ന് ശരിക്കും എൻജോയ് ചെയ്തിട്ടുണ്ട്. എന്താണ് ഫോട്ടോഷൂട്ട്, പിന്നെ നമ്മൾ റീൽസിൻ്റെ ഷൂട്ട്, അങ്ങനെ എല്ലാം ആയിട്ട് പൂൾസ് വേറൊരു ഫീലായിരുന്നു.
റീൽസൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് സ്റ്റെപ്സൊക്കെ പഠിക്കുമ്പോഴേക്കും ഏതാണ്ട് രാത്രിയായി. അവിടുത്തെ ലൈറ്റ്സൊക്കെ പോയി. പിന്നെ എല്ലാവരും പറഞ്ഞു നമുക്ക് നാളെ ഷൂട്ട് ചെയ്യാം എന്ന് പറഞ്ഞ് അങ്ങനെ അവിടുന്ന് ഏതാണ്ട് ഞങ്ങളൊക്കെ അവിടുന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ രാത്രിയത്തെ ഡിന്നറാണ്. എല്ലാവരും കൂടി കുളിച്ച് ഫ്രഷായിട്ട് വന്ന് ഡിന്നർ കഴിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഡിന്നർ കഴിക്കുന്ന വീഡിയോസൊക്കെ ഞാൻ എടുത്തില്ല, കാരണം എല്ലാവരും ടയേർഡൊക്കെ ആയിരുന്നു. പിന്നെ അന്ന് ഞങ്ങൾ വേഗം തന്നെ എല്ലാവരും കിടന്നു. നാളെയാണ് ഞങ്ങൾക്ക് ക്യാമ്പ് ഫയറൊക്കെ. അത് കാരണം ഇന്നെല്ലാവരും യാത്രാക്ഷീണമൊക്കെ ഉള്ള കാരണം ടയേർഡ് ആയതുകൊണ്ട് പിന്നെ വേഗം കിടന്ന് റെസ്റ്റ് എടുത്ത്. അപ്പോൾ നാളത്തെ വീഡിയോസായിട്ട് അടുത്ത പാട്ടുമായി ഞാൻ വരും. താങ്ക്